സിനിമയുടെ മാർക്കറ്റ് സമീപകാലത്ത് വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. സൂപ്പർ താരങ്ങൾ ഇല്ലാതെ തന്നെ ജനപ്രീതി നേടുന്ന ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷനില് സമീപ വർഷങ്ങളില് വന്ന മുന്നേറ്റത്തിന് നാമെല്ലാം സാക്ഷികളായതാണ്. മഞ്ഞുമൽ ബോയ്സും പ്രേമലുവുമൊക്കെ നേടിയ കളക്ഷന് ഉദാഹരണം. എന്നാൽ സൂപ്പർ താരങ്ങളുടെ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രങ്ങളും വന് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രങ്ങളുമൊക്കെ നേടിയ കളക്ഷന് കാണുമ്പോഴാണ് ആ വളർച്ച ശരിക്കും മനസ്സിലാക്കാനും വിലയിരുത്താനുമാവുക. ഓപ്പണിംഗിൽ തന്നെ റിലീസ് ദിന കളക്ഷന് മലയാള ചിത്രങ്ങൾ സമീപകാലത്ത് നേടിയ വളർച്ച വലുതാണ്. ബോക്സ് ഓഫീസില് ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്ന മോഹൻലാല് ചിത്രം തുടരും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ടോപ്പ് 5 ഓപ്പണിംഗ് കളക്ഷനില് ഇടം പിടിച്ചിരുന്നു. മോളിവുഡിന്റെ ടോപ്പ് 5 ഓപ്പണിംഗ് ലിസ്റ്റില് 4 ചിത്രങ്ങളും മോഹൻലാലിന്റേതാണ് എന്നതും കൗതുകകരമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിലീസ് ആയ തുടരും ലിസ്റ്റില് 5ാം സ്ഥാനത്താണ്. വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഇല്ലാതെയെത്തിയ തുടരും ആദ്യ ഷോകൾക്കിപ്പുറം വലിയ തോതില് പോസിറ്റീവ് അഭിപ്രായം നേടിയതോടെ ആഗോള ബോക്സ് ഓഫീസില് നിന്ന് ആദ്യ ദിനം നേടിയത് 17.18 കോടിയാണ്. ലിസ്റ്റില് ആദ്യ സ്ഥാനത്ത് മോഹൻലാലിന്റെ തൊട്ടുമുൻപത്തെ റിലീസ് ആയ എമ്പുരാനാണ്. വമ്പന് ഹൈപ്പുമായി എത്തിയ ലൂസിഫര് സീക്വല് ആദ്യ ദിനം നേടിയത് 68.20 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ പ്രിയദർശന് ചിത്രം മരക്കാരാണ്. 20.40 കോടിയാണ് ചിത്രത്തിന്റെ റിലീസ് ദിന കളക്ഷന്. മൂന്നാം സ്ഥാനത്ത് ദുൽഖര് സൽമാന് നായകനായ കുറുപ്പ് ആണ്. 19.20 കോടിയാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ്. നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ഒടിയനാണ്. 18.10 കോടിയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസില് നിന്ന് ആദ്യ ദിനം നേടിയത്. എമ്പുരാന്, തുടരും എന്നീ ചിത്രങ്ങൾ എത്തിയതോടെ മോളിവുഡിന്റെ ടോപ്പ് 5 ഓപ്പണിംഗ് ലിസ്റ്റില് നിന്ന് പുറത്തായത് മമ്മൂട്ടിയുടെ ടർബോ, പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നിവയാണ്. ടർബോ 16.20 കോടി, ആടുജീവിതം 16.04 എന്നിങ്ങനെയാണ് ആദ്യ ദിനം നേടിയത്.